ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സ്റ്റാൻലിയും അവതക്കുട്ടിച്ചാനും കൂടി ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് അലീന മുമ്പ് ഓർഫനേജിലാവാനുള്ള കാരണവും അവൾ 22 വർഷക്കാലം അനാഥയായി കഴിഞ്ഞതും അപ്പച്ചനെല്ലാം അന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരാഞ്ഞത് കൊണ്ടാണ് എന്നൊക്കെ അവതക്കുട്ടിച്ചാനെ കുറ്റപ്പെടുത്തി സ്റ്റാൻലി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടിച്ചാനും പറയുന്നുണ്ട്, അത് ഞാൻ മാത്രമല്ലല്ലോ അതിന് കാരണക്കാരൻ, നീ സ്നേഹിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അലീനെക്കുറിച്ചാണ് പിന്നെ സംസാരിക്കുന്നത്. അവൾ 22 വർഷക്കാലം അനാഥയായിട്ട് കഴിഞ്ഞു. ഇനി അവൾ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് തന്നെ ഒരു രാജകുമാരിയെ പോലെ, ദ പ്രിൻസസ് ഓഫ് കുളത്തൂപ്പുഴ എന്നൊക്കെ പറഞ്ഞ് അലീനെ പറ്റി സംസാരിക്കുകയാണ്. ഒരു രാജകുമാരിയെ പോലെയാണ് അവളിനി കഴിയേണ്ടത്, രാജകുമാരി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അതക്കുറിച്ചാനും പറയും, അതെ, ഇനി അവളെ ഒരു ക്രിസ്തീയ രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അലീന കേൾക്കുകയാണ്. അതിനുശേഷം അതക്കുറിച്ചാൻ റൂമിലോട്ട് വരുന്ന സമയത്ത് അലീന അവിടെ നിൽപ്പുണ്ട്. അല്ല, ചിന്നമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയ ഈ കാഴ്ച ഇനി കാണാൻ പറ്റുമായിരുന്നോ വല്യപ്പച്ച? എന്തിനാ വല്യപ്പച്ച ഇങ്ങനെ കുടിക്കുന്നത്? പപ്പയെടുത്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. പപ്പയെ ഉപദേശിച്ച് മാറ്റേണ്ട വല്യപ്പച്ചനും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? അയ്യോ മോളെ, ഞാൻ അങ്ങനെയൊന്നും കുടിക്കത്തില്ല. അവൻ ഏതെങ്കിലും വില കൂടിയ സാധനങ്ങൾ, അത് അവൻ്റെ ഫ്രണ്ട്സ് എങ്ങാനും വല്ല ഫിലിപ്പീൻസ് ചെയ്തോ ജർമ്മനിയിൽ നിന്ന് അങ്ങനെ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടി ഇച്ചിരി മാറ്റി വെച്ചേക്കും. അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് ഇച്ചിരി തരും. അല്ലാതെ ഞാൻ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാലേ കരളൊക്കെ പോവും. ഒരു ലിമിറ്റില്ല കുടിക്കുന്നതിന്. രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ്. വല്യപ്പച്ചനൊന്ന് ഉപദേശിച്ചുവിടായോ പപ്പായെന്ന് പറയും. ഞാൻ ഉപദേശിക്കാനോ? അങ്ങനെ ഒന്നും ഉപദേശിച്ചാലൊന്നും ആരും മാറത്തില്ല മോളെ. എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ അധികം കുടിക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടി ഉള്ളതില്ലേ ലാലിച്ച, അതുകൊണ്ട് അധികം മദ്യപ്പിക്കില്ലെന്ന്. നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. കുറേ പട്ടികളും, കുറേ കറുത്ത പട്ടികളും, അതിൻ്റെ കൂടെ ഒരു വെളുത്ത പട്ടിയും എന്ന് പറഞ്ഞ് അലീനെക്കുറിച്ച് ഇരുന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അവതക്കുട്ടിച്ചാനങ്ങ് ഭയങ്കര ചിരി വരുന്നു. എന്താ ചിരിച്ചത്? പിന്നല്ലാതെ, നീ ഈ പറഞ്ഞ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ കറുത്ത പട്ടികളും കൂടെ ഒരു വെളുത്ത പട്ടിയും. അപ്പോഴത്തേക്ക് അലീന അങ്ങ് ചിരിക്കുകയാണ്. അലീനയ്ക്ക് ഒരു തമാശ കേട്ടാണൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പറയാം, നമുക്കവനെ മാറ്റിയെടുക്കാൻ ചിന്നമ്മു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അങ്ങ് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ വൈജയന്തി വീട്ടിലിങ്ങനെ വിഷമിക്കുകയാണ്. കാരണം വൈജയന്തിയുടെ ഒരു നമ്പരും കേൾക്കുന്നില്ല. കാരണം സർവൻറ്റിനെ കൊണ്ടുപോയി നോക്കി. എന്നിട്ട് സർവൻറ്റ് വെക്കുന്ന ഭക്ഷണമൊന്നും അവരാരും കഴിക്കാതെ അവർ സ്വന്തമായിട്ട് സെൽഫ് കുക്കിങ്ങും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു കാർ എടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ജാമ്യം നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അങ്ങനെ ഒരു തരത്തിലും വൈജയന്തിക്ക് അവിടെ പിടിമുറുക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളും അച്ഛനും ഒരു സെറ്റും, താൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നൊരവസ്ഥയാണ്. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് വൈജ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് രോഹിത്തും ഭവിതയും കൂടി അങ്ങ് ചിരിച്ചിരുന്ന് ഫോൺ കാണുന്നതാണ്. ഇത് കാണുന്ന വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തിക്കും എന്താ ഇതിനു വേണ്ടി രസിച്ചിരുന്നാൽ കാണാൻ? അമ്മ, ഞങ്ങൾ വെറുതെ ഫോണിനകത്ത് ജസ്റ്റ് ഒന്ന് കണ്ടെന്നേ ഉള്ളെന്ന് പറയും. നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ രോഹിത്തേ എന്ന് പറയും. സമയമാവുന്നേ ഉള്ളൂ. സമയത്ത് തന്നെ പഠിക്കണമെന്ന് എന്താ നിർബന്ധം? ഇച്ചിരി നേരത്തെ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, പോയി പഠിക്കാൻ പറയും. രോഹിത്തിനെ അവിടെ പറഞ്ഞു വിടും. ആ സമയത്ത് ഭവിത അങ്ങ് പോവുകയാണ്. വൈജ പറയും, ഭവിത അവിടെ നിന്നേ. എന്താ അമ്മേ? ഭവി, കാര്യം നിങ്ങൾ സഹോദരിയൊക്കെ തന്നെ, പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അകലം പാലിക്കാൻ നല്ലത് തന്നെ. മനസ്സിലായില്ല? ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഒരു അടക്കം ഒതുക്കമൊക്കെ വേണം. അതും സഹോദരങ്ങളാണെങ്കിലും അത്ര അടുത്തൊന്നും ഇടപഴകാനൊന്നും ശരിയല്ലെന്ന് പറയും. അമ്മ എന്താ അമ്മ പറയുന്നത്? രോഹിതൻ എൻ്റെ സ്വന്തം സഹോദരനാണ്. രോഹിതനോട് അല്പം അടുത്ത് ഞാൻ ഇടപഴകിയ എന്താ കുഴപ്പം? അതൊന്നും ശരിയല്ലെന്നേ പറഞ്ഞോളൂ. നീ അല്പം അകലം പാലിച്ച് വേണം അവനോട് പെരുമാറാൻ. ഇപ്പം നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഇരുത്തേയും സംസാരവും എല്ലാം എന്നൊക്കെ പറയും. ഓഹോ, അമ്മയുടെ മനസ്സിൽ ഇത്രത്തോളം വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എന്താണ് ഞാൻ വിഷം വെച്ചിട്ട് പറഞ്ഞത്? പിന്നെ ഇപ്പം അമ്മ എന്താ സംസാരിച്ചതെന്ന് ചോദിക്കും. അമ്മ കൊല്ലപ്പള്ളിയിലുള്ള അമ്മയുടെ സഹോദരന്മാരോട് ഓരോ അളവുകോൽ വെച്ചായിരുന്നു ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലിമിറ്റൊന്നും അമ്മയ്ക്ക് ബാധകമല്ലായിരുന്നു. അമ്മയുടെ എന്ത് കാര്യങ്ങൾക്കും അമ്മയുടെ സഹോദരങ്ങൾ ഓടി വരുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അതൊന്നും ബാധകമല്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ഭവിത പന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈപ്പൊക്കെ അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഓഹോ, ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലാത്ത കാര്യം അമ്മയ്ക്കെല്ലാം പറയാം, സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. ശരി, ഇനി ഞാൻ അമ്മ പറയുന്ന പോലെ അതേ അളവുപോലെ തന്നെ രോഹിതനോട് പെരുമാറാം. എന്താ, സമാധാനമായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭവിത ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ വൈജയന്തിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ അലീന ബബിതയെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്തേക്കും സംസാരിക്കുമ്പോൾ ബബിതയുടെ സംസാരത്തിനൊരു പതർച്ച. എന്തു പറ്റി മോളെ സംസാരം വല്ലാതിരിക്കുന്നത്? നിനക്ക് സുഖമില്ലേ? സുഖത്തിൻ്റെ ഒന്നും അല്ലേ ചേച്ചി, ഇവിടെ ഞാനും അമ്മയായിട്ട് ഇപ്പം വഴക്കിട്ടെന്ന് പറയും. വഴക്കിടാൻ എന്താ കാര്യം? അത് ഞാൻ രോഹിതേട്ടനോട് കൂടുതൽ സമയം സംസാരിക്കുന്നതും അടുത്തിരിക്കുന്നതെന്നും ശരിയല്ലെന്ന് അമ്മ പറയുന്നത്. അതെന്താ? അമ്മ പറയുന്നു സഹോദരൻ സഹോദരിയാണെന്നുണ്ടെങ്കിലും ഒരകലം പാലിച്ച് വേണം പെരുമാറാനെന്ന്.
ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യുന്നത് ശരിയാണോ ചേച്ചി? രോഹിയേട്ടൻ എൻ്റെ സ്വന്തം സഹോദരനല്ലേ? അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, കൊല്ലപ്പള്ളിയിലുള്ള അമ്മയുടെ സഹോദരങ്ങളോടും അമ്മ ഇങ്ങനെയാണോ പെരുമാറിയിരുന്നതെന്ന്. അതിനാ എന്നോട് ദേഷ്യപ്പെട്ടെന്ന് പറയും. സാരമില്ല മോളെ, മേഡത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നറിയാമല്ലോ. മേഡം എന്തെങ്കിലും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അവിടെ. ഞാൻ അച്ഛനോട് വന്ന് അതാ പറഞ്ഞു, ഒരു തരത്തിലും മേഡം എന്ത് പറഞ്ഞാലും നമ്മൾ ഭാഗത്ത് നിന്ന് ഒരു തരം പ്രകോപനം ഉണ്ടാകാൻ പാടില്ല. മേഡം എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴക്കുണ്ടാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ 3 പേരും അച്ഛനും ഒറ്റക്കെട്ടാ, മേഡം മാത്രമാണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമ ഒത്തൊരുമ പൊളിക്കാൻ വേണ്ടിയാണ് മേഡം എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ മേഡത്തിന് അവിടെ യുദ്ധം ചെയ്യാനും മേഡത്തിൻ്റെ കൂടെ നിൽക്കാനും പറ്റത്തുള്ളൂ. നീ എപ്പോഴും അമ്മയുടെ മാനസപുത്രി ആയിരുന്നല്ലോ, നിന്നോടായിരുന്നു മേഡത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം. അപ്പം നീയും ഇപ്പം എല്ലാവരുടെ കൂടെ ചേർന്നത് കൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യവും മേഡത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ട് തകർക്കാൻ വേണ്ടിയാണ് മേഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേഡം എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യുക, നല്ലോണം പഠിക്കുക. മേഡം പറയുന്നത് കുറച്ച് നേരം പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ നിർത്തിക്കോളും. അതിന് മറുപടി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം കാണത്തുള്ളൂ എന്ന് പറയും. ആ ശരി ചേച്ചി, മോക്കവിടെ സുഖമാണോ എന്നൊക്കെ പറയും. ആ കുഴപ്പമില്ല ചേച്ചി, നന്നായിരിക്കും. ഞാൻ കൃഷ്ണയും രോഹിത്തിനെയും ഒക്കെ കുറിച്ച് അന്വേഷിക്കും. ചേച്ചി അവിടെ ഹാപ്പിയാണോ? ആ ഹാപ്പിയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പറയും. ആ കുഴപ്പമില്ല, ഞങ്ങൾ 2 ദിവസം മുന്നേ പപ്പയുടെ എസ്റ്റേറ്റിലൊക്കെ പോയി. ചേച്ചി പപ്പയെന്നാണോ വിളിക്കുന്നത്? ആ ഞാൻ പപ്പയെന്നാണ് വിളിക്കുന്നത്. എസ്റ്റേറ്റിലൊക്കെ പോയി എസ്റ്റേറ്റും ഫാക്ടറിയും ഓഫീസും എല്ലാം കാണിച്ചു തന്നു. എല്ലാവരുടെ അടുത്തും മകളാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നത്. കുഴപ്പമൊന്നുമില്ല, ചെറിയ ഗൗരവക്കാരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുളത്തൂപ്പള്ളി വിശേഷങ്ങളും പാലയിലെ വിശേഷങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന ഒക്കെ വൈജയന്തിയെക്കുറിച്ചാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. കാരണം അവരുടെ ഒരു സംസാരവും രീതികളും ഒക്കെ കുട്ടികളോടൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അലീനയ്ക്കും വിഷമം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ബബിത റൂമിലിരിക്കുമ്പോൾ രോഹിത് അങ്ങോട്ട് വരും. എന്തു പറ്റി നീ റൂമിൽ തന്നെ ഇരുന്നത്? ഒന്നുമില്ല രോഹിയേട്ടാ. എന്താ അമ്മയായിട്ട് കുറച്ചും കൂടെ സംസാരം നടന്നത്? അതൊന്നുമില്ല, വെറുതെ ഓരോ കാര്യം പറഞ്ഞ് അമ്മ വഴക്കിന് വരുന്നത്. നീ എന്തിനാ അമ്മ എന്തെങ്കിലും പറയുമ്പം അതിന് ഓപ്പോസിറ്റ് പറയാൻ നിൽക്കുന്നത്? അലീന ചേച്ചി അന്ന് അത് തന്നെയല്ലേ പറഞ്ഞത്, അമ്മ എന്തെങ്കിലും പറഞ്ഞ് തീരുമ്പോൾ അങ്ങ് തീർന്നിട്ട് പോയിക്കോളും, വെറുതെ അമ്മയോട് വഴക്കിന് ചെല്ലല്ലെന്ന്. നീ എന്തെങ്കിലും പറഞ്ഞത് അമ്മയ്ക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. നീ ആയിരുന്നല്ലോ അമ്മയുടെ മാനസപുത്രി, അതുകൊണ്ട് തന്നെ അമ്മയെ കൂടുതൽ നീ ഒന്നും തിരിച്ചൊന്ന് ഓപ്പോസിറ്റ് പറയാൻ നിൽക്കണ്ട. കൃഷ്ണ കണ്ടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗൗരവം എനിക്കതങ്ങ് പോകുന്നത്, അതുപോലെ നിന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഫീൽ ചെയ്തതാണോ? നീ അങ്ങോട്ട് പോയപ്പോൾ അമ്മയുടെ മുഖവും ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്താ അമ്മ പറഞ്ഞ? അത് രോഹിയേട്ടനോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണോ രോഹിയേട്ടൻ പറയുന്നത്? ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നീ ഇനി അമ്മയോട് അങ്ങനെ ദേഷ്യപ്പെടാൻ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് രോഹിത് ബബിതയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ വൈജയന്തി ജോലിക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.